ഈ വർഷത്തിന്റെ ആദ്യത്തെ ക്വാർട്ടറിൽ ഇറങ്ങിയ വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ് അജിത്ത് നായകനായ ഗുഡ് ബാഡ് അഗ്ലി. കൺവെൻഷണൽ ആയിട്ടുള്ള സ്ട്രക്ചറുകൾ ഒന്നും ഫോളോ ചെയ്യാതെ നായകന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ സീനുകൾ അടുക്കി വെച്ചതുപോലെയുള്ള ഒരു പടമായിരുന്നു അത്. ദിലീപ് നായകനായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബബബ്ബ അതുപോലൊരു സിനിമ ദിലീപ് എന്ന നടനെ ആരാധിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. പക്ഷെ ലോജിക് ഇല്ല, മാഡ്നസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ടെങ്കിലും ഈ പടത്തിന് പൂർണ്ണമായിട്ടും ആ ഒരു ഫോർമാറ്റിൽ തുടരാനൊന്നും പറ്റുന്നില്ല. കഥ മുന്നോട്ട് പോകും തോറും സ്പൂഫും മാസും എല്ലാം കൂടി കുഴഞ്ഞു മറയുന്നുണ്ട്. തോക്കും ബോംബും ഹെലികോപ്റ്ററും ഒക്കെ ആയിട്ട് അവസാനിക്കാതെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഈ പടം ലോജിക്ക് വേണ്ട എന്ന് വെച്ചാലും കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ഒരല്പം ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്ലോട്ട് പറയുന്നതിൽ ചെറിയൊരു സ്പോയിലർ ഉണ്ട്. മാനസികമായ വിഭ്രാന്തിയുള്ള ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ കഥ നടക്കുന്നത്. കേരളക്കരയുടെ മൊത്തം ശ്രദ്ധ അയാൾ നേടുകയാണ്. കാരണം രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അയാൾ തട്ടിക്കൊണ്ടുപോകുന്നു. ആരാണ് അയാൾ? ഇത്രയും റിസ്ക് പിടിച്ചൊരു കിഡ്നാപ്പ് ഇയാൾ എന്തിനു ചെയ്തു എന്നതൊക്കെയാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നുള്ള ടാഗ് കാര്യമായി പ്ലോട്ടൊന്നുമില്ല എന്ന ദൗർബല്യത്തെ ഒളിപ്പിക്കാൻ പറ്റിയ ഒരു എക്സ്ക്യൂസാണ്. വളരെ ജനറിക് ആയിട്ടുള്ള ഒരു റിവെഞ്ച് ഡ്രാമ കഥയിലേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളുടെ റെഫറൻസുകളും ഫാൻ സർവീസ് ലെവലിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ കുത്തി നിറയ്ക്കലാണ് തിരക്കഥയിൽ നടക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ കഥാപാത്രം വരുന്നത് ചെന്നൈയിൽ നിന്നാണ്. അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അറിയപ്പെടുന്നത് ഇന്റർവ്യൂ സ്റ്റാർ എന്നാണ്. ഒരു ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ അടികൂടുന്നത് ധ്യാൻ ഇന്റർവ്യൂവിൽ പോയിട്ട് വിനീത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയും അയാളുടെ അച്ഛനെയും പറ്റി അപവാദം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത്യാവശ്യം കാമ്പുള്ള തിരക്കഥയിലാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ബോണസ് ഹ്യൂമർ എന്ന ഫീൽ കിട്ടുമായിരുന്നു. പക്ഷെ കഥയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി തിരികെ കയറ്റിയ കോമഡിയാണ് ഇത് എന്ന് കാണുന്ന ആർക്കും എളുപ്പം മനസ്സിലാകും. പഴയ ദിലീപിനെ തന്നെ കാണിക്കാൻ തന്നെയാണ് തിരക്കഥ ആഗ്രഹിക്കുന്നത്. പടം തുടങ്ങുമ്പോൾ പുള്ളിയുടെ ഇൻട്രൊഡക്ഷനിൽ പഴയ ഐറ്റം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ചെയ്ത പരിപാടികളുടെ ഒരു കൊളാഷാണ് ആകെ മൊത്തത്തിൽ ഈ സിനിമ ദിലീപിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. ബഹളവും ഒച്ചപ്പാടുമാണ് മാഡ്നസ് ഫൺ എന്ന് തിരക്കഥ തെറ്റിദ്ധരിച്ചതുകൊണ്ട് പുള്ളിയുടെ പെർഫോമൻസും ആ ഒരു ലെവലിലാണ്. വിനീത് ശ്രീനിവാസൻ ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പിടിച്ചിട്ടുള്ള മീറ്റർ പടത്തിന്റെ ഒരു സ്വഭാവവുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ മൊത്തം സ്ക്രീൻ ടൈം ഈ പടത്തിൽ മോഹൻലാൽ ഉള്ളതിനേക്കാൾ കുറവാണ്. മോഹൻലാലിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലെ ക്യാമിയോ തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ദിലീപിന്റെയും മോഹൻലാലിന്റെയും നടുക്ക് നിന്ന് ഡാൻസ് കളിക്കുന്ന ഗോകുലം ഗോപാലൻ മുണ്ട് മടക്കി കുത്ത് മീശ വിരിക്കി ഡാൻസ് കളിക്കി എന്ന് ലിറ്ററലി പറയുന്ന രീതിയിൽ കാണിക്കുന്ന ഈ സിനിമ ആ മനുഷ്യന് ഇത്രയും വർഷത്തെ കരിയർ വെച്ചുണ്ടാക്കിയ എല്ലാ നല്ല ഫാൻ സർവീസ് മൊമെന്റുകളെയും പൊള്ളയായി ഈ പടത്തിന് ലേശം വെയിറ്റ് കിട്ടാൻ ഊറ്റിപ്പിഴിഞ്ഞ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നടൻ ബൈജുവിന് ത്രൂ ഔട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ലഭിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ ഗ്രാൻഡായിട്ട് തോന്നുന്ന ഒരു സംഗതി പിടിക്കണമെന്ന ആഗ്രഹം നവാഗതനായിട്ടുള്ള ധനഞ്ജയ് ശങ്കറിനുണ്ട്. പ്രശാന്ത് നീലും ലോകേഷ് കനകരാജും ഒക്കെ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ഫ്രെയിമുകൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹം പടം കാണുമ്പോൾ അറിയാൻ സാധിക്കും. പക്ഷേ പ്രതീക്ഷയ്ക്ക് ഉയരാത്ത ഭൂരിഭാഗം സിനിമകളെയും പോലെ ഒറിജിനൽ അല്ലാത്ത മേക്കിംഗ് സ്റ്റൈലിനേക്കാൾ പ്രശ്നം ഐഡിയ ലെവലിൽ നിന്ന് കെട്ടുറപ്പുള്ള ഒരു തിരക്കഥാ ലെവലിലേക്ക് എത്താത്ത എഴുത്ത് തന്നെയാണ്. ഫഹീം സഫറും നൂറിൻ ഷെരീഫും എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്തു കൂട്ടാൻ നോക്കിയിട്ട് അവസാനം ഒന്നും നടക്കാത്ത പോലത്തെ അവസ്ഥയിലാണ് എത്തുന്നത്. പടത്തിന്റെ അവസാനത്തെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്കെയിലിലുള്ള കാര്യങ്ങൾ കാണിച്ച് ഈ സിനിമയൊന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഗോകുലം മൂവീസിന്റെ വരാൻ പോകുന്ന തമിഴ് സിനിമയിലെ പ്രധാന താരത്തിന്റെ വരെ തല കാണിപ്പിച്ചെങ്കിലും അതുകൊണ്ടൊന്നും തന്നെ പടത്തിനൊരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഷാൻ റഹ്മാന്റെ പാട്ടുകൾക്ക് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പടത്തിൽ അഴിഞ്ഞാട്ടം പാട്ടിന്റെ പ്ലേസ്മെന്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ലിറിക്കൽ വീഡിയോ പുറത്തു വന്നപ്പോൾ തോന്നിയ അത്ര ക്രിഞ്ച് സിനിമയിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയില്ല. ഒരു ശരാശരി സ്പൂഫ് പടം എന്ന് തോന്നുന്ന ഒന്നാം പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ബബ്ബയ്ക്ക് കാര്യങ്ങൾ മൊത്തമായിട്ട് കയ്യിൽ നിന്ന് പോവുകയാണ്. പോയ ബാലൻസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒന്നിലധികം ഹെവി ഗസ്റ്റ് അപ്പിയറൻസുകൾ വരുന്നുണ്ടെങ്കിലും അടിത്തറ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഇത്രയും ഹെവി ആയിട്ടുള്ളതൊന്നും സിനിമയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. നടിക്കെതിരെ അതിക്രമം നടന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞ കാര്യത്തെ ഏറെക്കുറെ അതേപടി ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട്. പിന്നെ ഇതിലെ കേന്ദ്ര കഥാപാത്രം നടത്തുന്ന ഒരു തട്ടിക്കൊണ്ടുപോകലിനെ അവതരിപ്പിക്കുന്നത് അയാളുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും ആളുകൾ അസ്യൂം ചെയ്യുന്നത് തന്നെ നെഗറ്റീവായിട്ടാണ് എന്ന് കാണിക്കാനാണ്. പറഞ്ഞു വരുന്നത് കുഴപ്പം പിടിച്ച ഈസ്റ്റർ എഗ്ഗുകൾക്കും ഈ പടത്തിൽ വലിയ പഞ്ഞമില്ല എന്നാണ്. ഒരു നേരിയ ഐഡിയ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കി കാണുന്നവർക്ക് മടുപ്പ് സമ്മാനിക്കുന്ന ഒരു ആക്ഷൻ കോമഡിയാണ് ബബ്ബബ്ബ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്